أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه سيدنا محمد وبارك وسلم عليه. ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ, ഞാനിത് ഭൗതികമായിട്ട് പറയുകയാണെങ്കിൽ സാറ്റലൈറ്റ് പോകുന്നതിന് ശേഷം എല്ലാവരും അറിയുന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടിയാണ് പറയുന്നത്. ആത്മീയമായിട്ട് പറയുകയാണെങ്കിൽ അൽ എഹ്സാനു തഅബ്ദുല്ലാഹ കഅന്നക തറാഹ് ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. ഇത് അല്ലാഹു തആല കണ്ടുകൊണ്ടേ ഇരിക്കുന്നുള്ള ആ ചിന്തയിലാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിശ്വാസയോഗ്യമല്ലാത്ത പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഊഹാപോഹങ്ങളൊന്നും ഞാൻ പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ അപമാനപ്പെട്ട ആദർശേരി ഹക്കീം ഫൈസി എന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. എന്നവരെ, നിങ്ങളുടെയും പേരെടുത്ത് വിമർശിക്കേണ്ടി വന്നതിൽ വളരെയധികം ദുഃഖമുണ്ട്. ഞാനാരെയും പേരെടുത്ത് വിമർശിക്കാനുള്ള രണ്ടാമത്തെ ആളാണ് നിങ്ങൾ മുസ്ലിം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ കൊണ്ടുമൊക്കെ വളരെ അറിവ് വിഭാഗത്തും കുറഞ്ഞവരായി സംസാരിച്ചപ്പോൾ കുറഞ്ഞ പക്ഷം നിങ്ങളുടെ 10,000 കണക്കിൽ വരുന്ന ശിഷ്യന്മാരോടെങ്കിലും മാപ്പ് പറയണമെന്ന് വേറൊരു ഉസ്താദ് അല്ല എതിരുള്ളൊരു പണ്ഡിതൻ പറഞ്ഞു. അത് നിങ്ങളുടെ ശിഷ്യന്മാരോടെങ്കിലും നിങ്ങളെ മാപ്പ് പറയണം. അത് കേട്ടപ്പോഴാണ് എനിക്കിത് കൂടുതൽ വിഷമം തോന്നിയത്. ഞാൻ നിങ്ങളോട് പറയുന്നത് വെറുതെ ആ ഒരു പണിക്ക് നിൽക്കാൻ പോകണ്ടെന്ന് പറയുന്നത്. ശിഷ്യന്മാരോടെങ്കിലും മാപ്പ് പറയണമെന്ന് ഒരു ഉസ്താദ് പ്രസംഗിച്ചാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ചുമ്മാ നിങ്ങൾ അങ്ങനെ മുതരരുത്. കാരണം എന്താ പറയുക, നിങ്ങൾക്കും വിരലിലെണ്ണാവുന്ന നിങ്ങളുടെ സിൽബന്ധികൾക്കും അതൊരു പാഴ്വേല ആകുക മാത്രമേ ചെയ്യുള്ളൂ. നിങ്ങൾ പറഞ്ഞത് ഇവിടെ ആവർത്തിക്കാൻ ഞാൻ തയ്യാറാകുന്നില്ല. കാരണം നിങ്ങൾക്കറിയാലോ നിങ്ങളെന്താ പറഞ്ഞത്, ഞാൻ പറയേണ്ടതില്ല. ഇതെന്താ പാഴ്വേലാകുമെന്ന് ഞാൻ പറയാൻ കാരണം, ഇപ്പം നിങ്ങളൊരു ആസിയാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം റസൂലിൻ്റെ കൂടെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് പിന്നെ ഖുർആനിലെ ഒക്കെ നിങ്ങളോട് പറയേണ്ട കാര്യമൊന്നുമില്ല. കൊല്ലവും കാനൽ ബഹറു മിദാദല്ലി കലിമാത്തി റബ്ബി നഫിദൽ ബഹറു ഖബല അൻ തൻഫദ കലിമാത്തു റബ്ബി വലോ ജീനാ ബിമിസ്ലി മദദ. കൊല്ലവും കാനൽ ബഹറു മിദാദൻ, അത് അർത്ഥം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു ഹിന്റ് അല്ലെങ്കിൽ ഒരു ഹിന്റ് തരാനേ പറ്റുള്ളൂ. നിങ്ങളോട് പറയേണ്ട കാര്യമില്ല, സാധാരണക്കാർക്ക് അത് അറിയുകയും ചെയ്യാം. പിന്നെ പല തന്നെ ശജറത്തിന് അഖിലാമുദ്ദു മിമ്പാദിയ സബത്ത് അബേരുമാനഫിദത്ത് കലിമാത്തുള്ള അത് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പം അത്രയൊക്കെ അറിവ് അല്പം എന്തെങ്കിലും കുറച്ച് കിട്ടുമ്പോൾ ഞാൻ വലിയ അറിവുള്ള ആളാണ് കൂടുന്നത്. അത് എബിലിയസിൻ്റെ ഒരു ഭാഗത്തു നിന്നുണ്ടാകുന്നതാണ്. അപ്പം നിങ്ങൾ അതിലൊന്നും പോയിട്ട് കാര്യമില്ല, ഞാനതാ പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരു കുറ്റബോധം ഇപ്പോൾ തോന്നുന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി ആയിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചിന്തിച്ചിട്ട് അങ്ങനെ ഒരു കുറ്റബോധം ശരിക്കും അഖലാസോടുകൂടി മനസ്സിൽ അങ്ങനെ ഒരു കുറ്റബോധം ഇങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഒരു ഹാരിസായ തോപ്പങ്ങൾ ചെയ്ത് പശ്ചാത്തലത്തിൽ മടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സിദ്ദീഖുൽ അക്ബർ എന്നവരുടെയും അടുത്ത് പോയിട്ട് നിങ്ങൾ മാപ്പ് പറയാം. എന്താ അങ്ങനെ പറഞ്ഞിട്ടാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പുറത്ത് കിട്ടി തരും. വലവന്നവും വലവും അഫസവും ജാവുക്ക. അപ്പോൾ ഞാനും നല്ല കാര്യമല്ല. റസൂലു റഹീമ. അങ്ങനെ ഒരു പക്ഷേ നിങ്ങൾ കിട്ടിയേക്കാം. നിങ്ങൾ നേരിട്ട് പോയിട്ട് അവരെ രണ്ടാളെ എടുത്ത് പോയിട്ട് സലാം പറഞ്ഞിട്ട് കണ്ണീരൊഴുക്കി പശ്ചാത്തലിച്ച് മടങ്ങേണ്ടി വരും. അങ്ങനെ നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കാര്യം ഉണ്ടാകുന്നുള്ളൂ. പിന്നെ ജിഫ്രി മുത്തുക്കാർ തങ്ങളോട് വളരെ ആദരപൂർവ്വം വളരെ വിനയപൂർവ്വം എനിക്ക് ഒന്ന് പറയാനുണ്ട്. എൻ്റെ വീട്ടിലൊരിക്കൽ ചേന സൂക്ഷിച്ച് വെച്ചെന്ന് ഞാൻ ഓർക്കുകയാണ്, ചേന കഴിക്കാൻ വേണ്ടി. അങ്ങനെ ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കാർ തങ്ങളോട് വളരെ ആദരപൂർവ്വം വളരെ വിനയപൂർവ്വം ഒരു കാര്യം ഉണർത്തുകയാണ്. എൻ്റെ വീട്ടിൽ ഒരിക്കൽ മുമ്പൊക്കെ കൂടുതൽ ചേന കൃഷിയായിരുന്നു. ചേന വീട്ടിൽ വെച്ച് സൂക്ഷിച്ചപ്പോൾ ഒരു ചത്ത ശവം നാർന്ന പോലെ ഒരു ദുർഗന്ധം വഹിക്കാൻ തുടങ്ങി. അത് അപ്പൂതലാണെന്നാണ് ഉടനെ തന്നെ അതെടുത്ത് കുഴിച്ചു മൂടുക അല്ലെങ്കിൽ കത്തിച്ച് കളയുക എന്നാണ് അന്നുള്ള പഴമക്കാർ പറഞ്ഞിരുന്നത്. വാസ്തവം പറഞ്ഞാൽ റമദാൻ മാസത്തിൽ പോലും പ്രത്യേകം യോഗം ചേർന്ന് അത് ശരിയെ നന്നാക്കാൻ ശ്രമിച്ചതും പരാജയപ്പെട്ടതുമാണ്. കുറേ കൊല്ലങ്ങളായി ഇത് ഒരു പ്രശ്നമായിട്ട് ആരോട് പറയാണ്ട് വളരെ രഹസ്യമായിട്ടും പരസ്യമായിട്ടും ഒക്കെ ചർച്ച ചെയ്ത്
നടന്നുകൊണ്ടിരുന്ന പ്രശ്നമാണിത്. ഇനിയും നമ്മൾ ഇങ്ങനെ വെച്ച് കാണുക, ചേന കെട്ട് നാർന്ന മാതിരി ചവന്നാർന്ന മാതിരി നാറും. അതെടുത്തിട്ട് എന്ത് ചെയ്യുക? നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുക. അതാണ് എൻ്റെ അഭിപ്രായം. ഇനി യാതൊരു കാരണവശാലും അവന് കാത്തിക്കാൻ പാടില്ല. പ്രിയരെ, ഒരു 10,000 ആൾക്കാരും അയാളുടെ കുറേ സിൽബന്ധികളും കൊഴിഞ്ഞു പോയാൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല. മാത്രമല്ല, അത് കൂടുതൽ കൂടുതൽ ശക്തി പ്രാപിക്കുകയേ ചെയ്യുള്ളൂ. വസ്തുനിഷ്ഠമായി തെളിവില്ലാത്തത് കൊണ്ടാണ് ഞാൻ മർഹൂം മുഹമ്മദ് അലി ശിഹാബ് തങ്ങളൊക്കെ വേണ്ടി ലഡു വിതരണം ചെയ്തതിൻ്റെ കഥ കേട്ടിരുന്നു. കുട്ടികളെ കൊണ്ട് ദുആ ചെയ്യിച്ചു പോലും. അത് ഞാൻ ഏതായാലും അത് വിശ്വസിച്ചിട്ടില്ല ഞാൻ. അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നുമില്ല. കാരണം ഒരക്ഷരം പറയുകയാണെങ്കിൽ പോലും പേടിച്ചുകൊണ്ടാണ് പറയുന്നത്. അത് കാണുന്നുണ്ടെന്ന് വിചാരിച്ചാൽ നമുക്ക് ഒരക്ഷരം അധികം പറയാൻ തോന്നില്ല. ശേഷം റൗള ഷരീഫിൽ പോയി വന്നതിൽ പിറകെ എൻ്റെ ശേഷം ഒരു പ്രവാചകന്മാരും വന്നിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഉമർ ഫാറൂഖായിരുന്നു അടുത്ത നബി എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നൂറുകണക്കിൽ ഇറക്കാത്ത നിസ്കരിച്ച ആൾക്കാർ മുഴുവൻ ഉണ്ടായിട്ട് അവരുടെ എല്ലാവരുടെയും നിസ്കരിച്ചത് ഭൂമിയിലുള്ള സർവ്വ മഹാന്മാരുടെയും അമലുകളെല്ലാം കൂടി ഒരു ലാസ്റ്റിൽ വെച്ച് നോക്കിയാലും, അതുപോലെ തന്നെ സിദ്ദീഖുൽ അക്ബറിൻ്റെ ഇത് ഒരു തട്ടിൽ വെച്ചാലും കൂടുതൽ തൂങ്ങാൻ സിദ്ദീഖുൽ അക്ബറിൻ്റെ ഭാരമായ ലാസായിരിക്കും കൂടുതൽ തൂങ്ങാമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്തിനു വേണ്ടിയാണ് ഇതിലൊക്കെ തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് അങ്ങനെ ദുഃഖം തോന്നുമെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം? മക്ക മദീനത്ത് പോയിട്ട് വരാം. ഇതൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടുത്തെ ശരിയാത്ത് കൈവെട്ട് കേസ് കണ്ടില്ല എത്രയോ ആൾ കഷ്ടപ്പെടുന്നത്. ഇവിടുത്തെ ശരിയാത്ത് നമ്മുടെ നിയമവും അനുവദിക്കാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ ശരിക്കും വേണ്ടത് ഇതിന് മറ്റൊരു മാർഗമുണ്ട്. നാവ് പിഴുത് എറിയാ വേണ്ടത്. കാരണം എന്താണെന്നറിയാമോ? ലമ്മ് ചെയ്തുകൊണ്ട് റസൂലിനെ കൊണ്ട് ഒരു കവി പാടി, കഅബ് ഇബ്നു സുഹൈർ പാടി. അപ്പോൾ റസൂൽ എന്താ ചെയ്ത്? കണ്ട തലവെട്ടാൻ ഓർഡർ എടുത്തതാണ്. എന്തായാലും കാരണം എന്നറിയാമോ? ആ ഫിത്നത്ത് അശദ് മിനൽ ഖത്ൽ, കൊല്ലാനുള്ള പ്രശ്നം അതാണ് തീരും. ഈ ഫിത്ന പറഞ്ഞ് ലമ്മ് ചെയ്തുണ്ടാക്കിയാൽ ജനങ്ങൾ മുഴുവനും എതിരായി വരും. അപ്പം നിങ്ങൾ അവിടെയും ചോദിക്കും, ഇങ്ങനെയൊക്കെ എന്തിനാ ചെയ്യേണ്ട കാര്യം എന്നൊക്കെ യുക്തിവാദം ചോദിക്കുന്നവർ ചോദിക്കാതെ ഈമാൻ്റെ കുറവാണ്, മറ്റൊന്നും അതിൽ പറയാനില്ല. എന്നിട്ട് ആസായ റസൂൽ നിന്ന് എന്നെ റസൂൽ അൽ സൈഫൻ, അയാൾക്ക് തലവെട്ടു തോന്നിയപ്പോൾ വേഗം പ്രസന്ന വേഷനായി വന്നിട്ട് ഇന്ന റസൂൽ അൽ സൈഫ് യുസ്തദാഹു ബിഹി മുഹന്നദും മിൻ സുയൂഫില്ലാഹി മസ്ലൂലു എന്ന് പാടിയപ്പോൾ റസൂലിന് മെത്തട്ടെടുത്ത് കൊടുത്ത കെൽമിൽ ഷഹാദത്തിൽ ദീൻ വിശ്വസിക്കുകയാണ് ചെയ്തത്. അതാണ് ചരിത്രം കിടക്കുന്നത്. ഇവിടുന്ന് ഇപ്പം നാവ് പീതറിയാൻ ഒഴിവുണ്ടായിരുന്നെങ്കിൽ ഞാനത് ചെയ്തേനെ. പറയുന്നത് എന്താ? അപ്പോൾ റസൂലിനെ കൊണ്ടും സിദ്ദീഖിനെ കൊണ്ടും ഒക്കെ പറഞ്ഞിട്ട് എൽമിൻ്റെ അടയാളം ഏഴെത്രങ്ങളാണെന്ന് കണ്ട് കടലിലുള്ള ബാരലിൽ ഒരു വലിയൊരു ഒക്കിൽ വെച്ചെടുത്ത് അത്ര മാത്രമേ നമുക്കൊക്കെ നമുക്കൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. എൽമ് കുറച്ച് കൂടുമ്പോൾ കിബിറ് കൂടും, അതറിയാമോ? ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട്, ഞങ്ങൾ പിന്നെ 5-8 കൊല്ലം ഇങ്ങനെ പോയിട്ട് ഓതിയിട്ട് ഇത്താ പോയി ഞങ്ങൾക്ക് ഇതൊന്നും പറയാൻ സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ ഈ ചങ്ങായിമാർ നിങ്ങളെക്കാളൊക്കെ ചില മുമ്പ് പഠിച്ചിട്ട് പണ്ഡിതന്മാർ കഴിഞ്ഞു കടന്നു പോയി വിടാം. എന്നിട്ടായിരിക്കും അപ്പം തന്നെ ജിഫരി മുത്തുക്കൊക്കെ തങ്ങളെക്കാളൊക്കെ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അവർക്ക് പറഞ്ഞാൽ വേണമെങ്കിൽ നിങ്ങളെന്ത് ഇതിലൊക്കെ വേണ്ടി കുത്ത് കെട്ടി നിൽക്കുന്നതാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ എത്ര മഹാന്മാർ, എത്ര പണ്ഡിതന്മാർ, അബ്ദുറഹ്മാൻ തങ്ങൾ അങ്ങോട്ടുള്ള ഞാൻ പറഞ്ഞില്ല, ഒരുപാട് പണ്ഡിതന്മാർ ഇങ്ങനെയുണ്ട്. നമ്മൾ വേറൊരു കാര്യം ഇവിടെ ആലോചിക്കണം. ഇവിടെ ശരിക്ക് ഇപ്പോൾ രാഹുൽ ഗാന്ധിനെയും പ്രിയങ്ക ഗാന്ധിനെ പ്രധാനമന്ത്രിയാക്കി രാഹുൽ ഗാന്ധിനെ പാർലമെന്റിൽ എത്തുകയും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ തലണ്ടാവില്ല. ഞാൻ നേരത്തെ മുമ്പ് പറഞ്ഞ പോലെ തലപ്പാവും തൊപ്പിയും ധരിക്കണമെങ്കിൽ തല ആദ്യം വേണ്ടതെന്ന് ഞാൻ ചോദിച്ച പോലെ അതിന് നമ്മളിവിടെ ശരിക്ക് മുസ്ലിം ലീഗിന് പിന്തുണച്ച് രാഷ്ട്രീയമായിട്ട് സഹായിക്കണം. അതാ പറയണ്ടത്. ഇപ്പോൾ രാഷ്ട്രീയം പറയാൻ പറ്റുന്നുണ്ട്, രാഷ്ട്രീയം പറഞ്ഞേ പറ്റൂ. എല്ലാ ആൾക്കാരും ഒന്നായിട്ട് ബഹുമാനപ്പെട്ട AB അബൂബക്കർ മുസ്ലിയാരും, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മുത്തുക്കോയ തങ്ങളും, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സദക്കലി ശിഹാബ് തങ്ങളൊക്കെ ഒരേ സ്റ്റേജിൽ നിന്നിട്ട് സംസാരിക്കുന്നു, കുശലങ്ങൾ പറയുന്നു ഒക്കെ നമ്മൾ കേട്ടതാ. ഞാനതൊക്കെ ഒരു ഇൻഡസ്ട്രിയിൽ പറഞ്ഞതാണ്. പിന്നെ അതിനൊന്നും വില വെക്കാതെ ഞങ്ങളാണ് 5-8 കൊല്ലം ഓതി, എന്നാൽ പിന്നെ ഞങ്ങൾ തന്നെ ഓതിയതൊന്നും ചോദിക്കാൻ മാത്രമല്ലേ കിബിറ, ഇബിലീസിന് കിബിറാണ്. അങ്ങനെ ഇബിലീസ് പുറത്തു പോകുന്നത്. പണ്ഡിതന്മാർ എത്രയോ അങ്ങനെ പാണ്ഡിത്യമുള്ള എത്രയോ ബലഹാമ ബർസീൻ പോലത്തെ എത്രയോ ആൾക്കാർ പണ്ഡിതന്മാരെ കൊണ്ടുള്ള ഇതിൽ അഹന്ത പ്രകടിപ്പിച്ചുകൊണ്ട് പോന്നിട്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പറഞ്ഞേ തന്നെ വല്ല തെറ്റുണ്ടാകാനുള്ള പേടി ഞാൻ തോമാ ചെയ്യേണ്ടി വരിക. കാരണം ഒരക്ഷരം നമുക്ക് അള്ളാഹുത്താരെ കാണുന്നുണ്ടെന്ന് തോന്നിയാൽ പറയാനില്ല. എന്തിനാ 3:45 നേരത്തേക്ക് ഇങ്ങനെ കടിപിടി കൂട്ടുന്ന നിങ്ങൾ? ആരെപ്പോഴും എവിടെ വെച്ചാൽ പോകാൻ മരിക്കാൻ ആർക്കറിയാവുക? അതാണ് പേടി വരുന്നത്. ഇത്രയും കാലം ജീവിച്ചു, എത്ര എണ്ണ പെട്ടെന്ന് ടിറ്റിന്നാണ് പൊട്ടിപ്പോണ്. ആരുടെ എല്ലാം ഈ പ്രാസംഗികന്മാരൊക്കെ ഒരാളെ കൊട്ടിയൊന്നും ഞാനൊന്നും പേര് പറയുന്നില്ല. എന്താളപ്പോൾ ഞാൻ അടുത്ത് പേര് പറഞ്ഞിരുന്നത്. അതിലിപ്പോൾ പറയേണ്ടി വന്നതുകൊണ്ട്, നിർബന്ധവും പറയേണ്ടി വന്നതുകൊണ്ട് പറഞ്ഞാണ്. എനിക്ക് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല.
ഇത് പറഞ്ഞിട്ട് തന്നെ വരതിട്ടുണ്ടോ അള്ളാഹ് പുറത്തിട്ടതേ പറയാനുള്ളൂ. അലഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.